സ്പെയിനിലെ കർമ്മലീത്ത സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ആവിലയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അടുത്ത് ഒരിക്കൽ ഒരു നവസന്യാസിനി എത്തി തനിക്ക് കൂടുതൽ സമയം ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അനുവാദം കൊടുക്കണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ അമ്മ ത്രേസ്യ അവളോട് പറഞ്ഞു, മകളെ, നിനക്ക് ദേവാലയത്തിൽ കാണുന്ന അതേ ഈശോയെ അടുക്കളയിലും ആരാധിക്കാൻ സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്ന വെളിപാടുകൾ, ഇൻഫർമേഷൻ നമ്മളെ ആത്യന്തികമായി ഫോർമേഷനിലേക്ക് നയിക്കാനും ആ ഫോർമേഷനിലൂടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുവാനുമാണ്. പത്രോസ്ലീഹ യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞെങ്കിലും യേശുവിൻ്റെ സഹനങ്ങളുടെ വഴി അവന് സ്വീകാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ഈശോ അവനെ സാത്താനെ എന്ന് വിളിച്ച് ശകാരിക്കുന്നുണ്ട്. അപ്പോൾ അവന് ലഭിച്ച ഇൻഫർമേഷൻ അവനൊരു ഫോർമേഷനായി മാറുന്നത് ഒരുപാട് കാലഘട്ടങ്ങൾക്ക് ശേഷമാണ്. ആ ഫോർമേഷൻ നടന്നതിന് ശേഷം പത്രോസിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഹെഡും ഹാൻഡും ഹാർട്ടും തമ്മിലുള്ള കോർഡിനേഷൻ നടക്കണമെങ്കിൽ അല്പസമയം നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്.